ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ മൃതദേഹം കണ്ടെത്തി. കാണാതായ 72-ാം ദിവസമാണ് ലോറിയും അർജുന്റെ മൃതദേഹവും ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും കണ്ടെടുത്തത്. ലോറിയുടെ ക്യാബിനിൽ നിന്ന് SDRF പുറത്തെടുത്ത മൃതദേഹാവശിഷ്ടങ്ങൾ കാർവാറിലെ മോർച്ചറിയിലേക്ക് മാറ്റി. DNA ടെസ്റ്റിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് കർണാടക സർക്കാർ വഹിക്കും. നീണ്ട 2 മാസത്തെ തിരച്ചിലിനാണ് ഇന്ന് വിരാമമായിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായി 72-ാം ദിവസമാണ് ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്ന് അർജുനെ കണ്ടെത്തുന്നത്. നിരവധി സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും കടന്ന് പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്തിയത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് പുറത്തെടുത്ത ട്രക്കിനുള്ളിൽ അർജുന്റെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു. ലോഹഭാഗത്തിന്റെ സിഗ്നൽ ലഭിച്ച CP2 പോയിന്റിൽ നടത്തിയ തിരച്ചിലിലാണ് 12 മീറ്റർ ആഴത്തിൽ നിന്നും ലോറി ഉയർത്തിയെടുത്തത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. 2 മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലായിരുന്നു. രാവിലെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ നടത്തിയ പരിശോധനയിൽ വലിയ വാഹനഭാഗം കണ്ടെത്തിയിരുന്നു. പിന്നാലെ അണ്ടർ വാട്ടർ ക്യാമറയുടെ സഹായത്തോടെ ചിത്രം പകർത്തി ലോറിയെന്ന് ഉറപ്പുവരുത്തി. പിന്നാലെയാണ് ലോറി ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ജൂലൈ 16-നാണ് ഉത്തര കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് അർജുൻ അടക്കം 11 പേരെ കാണാതായത്. 8 പേരുടെ മൃതദേഹം ലഭിച്ചെങ്കിലും അർജുനെയും ഷിരൂർ സ്വദേശികളായ ജഗന്നാഥ്, ലോകേഷ് എന്നിവരെയും കണ്ടെത്താനായിരുന്നില്ല. മണ്ണിടിച്ചിലുണ്ടായി ആദ്യ ദിനങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയും പുഴയിൽ നിന്ന് മണ്ണ് നീക്കാൻ സാധിക്കാതെ വന്നതിനാലും ദിവസങ്ങളോളം തിരച്ചിൽ അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഓഗസ്റ്റ് 16-ന് ഷിരൂരിലെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനിടെ മണ്ണിടിച്ചിലുണ്ടായി ആദ്യ ദിനങ്ങളിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പരാതിയുയർന്നു. കേരള സർക്കാരടക്കം സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് കർണാടക സർക്കാർ വീണ്ടും തെരച്ചിലുമായി രംഗത്തിറങ്ങിയത്. തിരച്ചിലിനെത്തിയ ഈശ്വർ മാൽപെ അധികൃതരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരച്ചിൽ നിർത്തി മടങ്ങുകയും ചെയ്തു. ഒടുവിൽ 72-ാം ദിനം പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ലോറി കണ്ടെത്തി. കേരള വിഷൻ ന്യൂസ്, ഷിരൂർ.